പ്രൈസ് ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ വചനമനുസരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് സംഭവിക്കാൻ പോകുന്ന 9 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 8 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 9ാമത്തെ കാര്യമാണ്, വചനമനുസരിച്ചില്ലെങ്കിൽ ശക്തി നഷ്ടപ്പെടും എന്നാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അതിനാധാരമായി യോവേൽ പ്രവാചകന്റെ പുസ്തകം 2ാം അധ്യായം അതിൻ്റെ 11ാം വാക്യം ഞാൻ വായിക്കുന്നു. യഹോവ തൻ്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവൻ്റെ പാളയം അത്യന്തം വലുതും അവൻ്റെ വചനമനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. ഇവിടെ വളരെ വ്യക്തമാണ്, അവൻ്റെ വചനമനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനാണ്. അപ്പോൾ വചനമനുഷ്ഠിക്കാത്തവർക്ക്, വചനമനുസരിക്കാത്തവർക്ക് ശക്തി നഷ്ടപ്പെടുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ശക്തി പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ നമ്മൾ കണ്ടു, ശക്തി എന്ത് ചെയ്യും? നഷ്ടപ്പെടും. വചനമനുസരിച്ചില്ലെങ്കിൽ ശക്തി നഷ്ടപ്പെടുമെന്ന് കണ്ടു. അപ്പോൾ ശക്തി പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? അപ്പോൾ ഈ എഹെസ്കേൽ പ്രവചനം 7ാം അധ്യായം അതിൻ്റെ 13ാം വാക്യം ഞാൻ വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല. ദർശനം അതിൻ്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു, ആരും മടങ്ങി വരികയില്ല. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യതയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമല്ലാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൃത്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെയാണ് അകൃത്യം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വ്യക്തമാണ്, അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കില്ല. അല്ലെങ്കിൽ ദൈവവചനപ്രകാരം ഒരുക്കപ്പെട്ട് ജീവിക്കാത്ത, നിന്റെ ചട്ടങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് 119ാം സങ്കീർത്തനത്തിൽ പറയുന്നു. അപ്പൊ കൃത്യമായിട്ട് ഈ കൽപ്പനകളെ ആചരിക്കാത്ത, അനുസരിക്കാത്ത ഒരുത്തനും ശക്തി പ്രാപിപ്പാൻ കഴിയത്തില്ലെന്ന് വചനം കൃത്യമായിട്ട് പറയുന്നു. ഇതാണ് ഈ യെശയ്യാ പ്രവചനം അതിൻ്റെ 59ാം അധ്യായം. യെശയ്യാ പ്രവചനം 59ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, യെശയ്യാ പ്രവചനം 59ന്റെ 1-2. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. പിന്നെന്താണ്? നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. പിന്നെയും പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. കണ്ടോ? അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്ത് പറയുന്നു? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. പക്ഷേ നമ്മുടെ അകൃത്യങ്ങളാണ് ഇതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനം കൃത്യതയോടുകൂടി ചെയ്യാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യതയോടെ ചെയ്യണം, അല്ലെങ്കിൽ അത് അകൃത്യമാണ്. അപ്പോൾ നമുക്ക് 1-2 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇനി യെശയ്യാ പ്രവചനം 40ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഭാഗമാണ്. യെശയ്യാ പ്രവചനം 40ന്റെ 29 മുതലുള്ള വാക്യങ്ങൾ. ആ വാക്യം ഞാൻ വായിക്കുന്നു. ആ വാക്യം എങ്ങനെയാണ്? അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പൊ ശക്തി പ്രാപിക്കണമെങ്കിൽ മറ്റൊരു മാർഗം എന്താണ്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കണ്ടോ? അപ്പൊ ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ, തളർന്നു പോകാതെ ഓടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി എന്ത് ചെയ്യണം? നമ്മൾ പ്രാപിച്ചിരിക്കണം. ദൈവത്തിന്റെ ശക്തിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 4ന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പോസ്തലന്മാര് പറയാണ്, പുതിയ നിയമത്തിലെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ ശക്തി എപ്പോഴും നമ്മളോട് കൂടി ഇരിക്കുന്ന ശക്തിയാ. കാരണം പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ്
അതത് പ്രവൃത്തിക്ക് വേണ്ടി വന്നും പോയിക്കൊണ്ടാണ് ഇരുന്നത്. പക്ഷെ പുതിയത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ വിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. കണ്ടോ? അപ്പോൾ പുതിയത്തിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട് കൂടി ഇരിക്കുക. അപ്പൊ ഈ ശക്തി എന്തിനു വേണ്ടി തന്നെന്നറിയാമോ? എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ, ഇത്ര വലിയ ശക്തി നമ്മുടെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുക. എന്നിട്ട് അതുള്ളതുകൊണ്ട് ഗുണം എന്താ പറയുമ്പോ 4 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. 8-ാം വാക്യം വായിക്കണം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. കണ്ടോ? ഈ ശക്തി ഉള്ളത് കൊണ്ട് സകല വിധത്തിലും കഷ്ടമാണ് അപ്പോസ്തലന്മാർ അനുഭവിക്കുന്നത്. പക്ഷെ എന്താണ്? അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും ഇടുക്കമില്ല. അതിന്റെ കാരണം എന്താണ്? ഈ അത്യന്ത ശക്തി അവരുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. അടുത്തത്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. എത്ര ബുദ്ധിമുട്ട് വന്നാലും, അല്ലേ? എത്ര ബുദ്ധിമുട്ട്, നമ്മുടെ ഇതിലൊക്കെ ബുദ്ധിമുട്ട് വരുന്നതാ. പക്ഷേ അപ്പോസ്തലന്മാര് പറയാണ്, ഈ ശക്തി ഞങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നിരാശയില്ല. അടുത്തത്, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. അനേക ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരാ. അപ്പോസ്തലന്മാരൊക്കെ എത്രയോ ഉപദ്രവങ്ങൾ സഹിച്ചവരാ. പൗലോസിനെയൊക്കെ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം പഠിക്കുമ്പോൾ പട്ടണത്തിലുള്ളവർ എന്ത് ചെയ്തു? കല്ലെറിഞ്ഞ് കൊന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പുറത്തേക്ക് വലിച്ചു ഇട്ടു. ആ സമയത്താണ് പൗലോസ് 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടതെന്ന് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൽ 1 മുതൽ വായിക്കുമ്പോൾ ആ ഭാഗം ഇവിടെയാണ് അതിന്റെ നിറവേറൽ കിടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ പറഞ്ഞു ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. 4-ാമത്തെ കാര്യം, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. പാപത്തിൽ വീണ് കിടക്കുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പറയാണ്, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. നശിച്ചു പോകുവാൻ തക്കവണ്ണം വീഴുന്നില്ല. നീതിമാൻ 7 പ്രാവശ്യം വീണാൽ അവൻ എഴുന്നേൽക്കുമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം. കണ്ടോ? അപ്പൊ ഈ അത്യന്തമായ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മളെ തകർത്ത് കളവാൻ കഴിയത്തില്ല. ഒരു മാനുഷിക ശക്തികൾക്കോ ഒരു പൈശാചിക ശക്തികൾക്കോ നമ്മളെ തകർത്ത് കളവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ അത്യന്തമായ ശക്തി നമ്മൾ പ്രാപിക്കണമെന്ന് പറയുന്നത്. അത് തന്നെയാണ് യേശുക്രിസ്തു കാത്തിരുന്ന പരിശുദ്ധാത്മാ സ്നാനം പ്രാപിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവർ കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതെന്തിനു വേണ്ടിയാണ്? ഇനി വരാൻ പോകുന്ന കഷ്ടതകളെ അതിജീവിക്കുവാൻ, അവർ ക്ഷീണിച്ചു പോകാതിരിക്കാൻ, അവർ എന്താണ് ഉപദ്രവം അനുഭവിച്ചിട്ട് ഉപേക്ഷിക്കപ്പെടാതിരിക്കുവാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് ഇവർ ശക്തി എന്ത് ചെയ്ത് പ്രാപിച്ചെടുത്തത്. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളാലും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസായിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോൾ ഈ ശക്തി തന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ദൈവവചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കാൻ വേണ്ടിയാ. ഇന്ന് ഈ ശക്തി പ്രാപിച്ചിട്ട് നമ്മൾ 4 ചുവരിന്റെ ഇടയിലിരുന്ന് ആരാധിച്ച ശക്തി തീർക്കുക, അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം അതുകൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. അവിടെ കർത്താവ് എന്താ പറഞ്ഞത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, എന്നിട്ട് പറയാം, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് വരും? ശക്തി വരും. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെരുശലേമിലും യഹൂദയിലെല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷികളാകാൻ വേണ്ടിയാണ് ഈ ശക്തി നമ്മുടെ മേൽ പകർന്നത്. അല്ലാതെ സഭയിലിരുന്ന് ആരാധിച്ച് തീർക്കാൻ വേണ്ടി അല്ല ഈ ശക്തി പകർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ആരും സുവിശേഷം അറിയിക്കാൻ പോകുന്നില്ലല്ലോ, സഭയായിട്ട് പോകുന്നില്ലല്ലോ, ദൈവദാസന്മാർ പോലും സുവിശേഷക്കാർക്ക് പോകുന്നില്ലല്ലോ, ട്രാക്ട് കൊടുക്കാൻ പോകുന്നില്ലല്ലോ, പരസ്യങ്ങൾ നടത്തുന്നില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഏത് പർപ്പസിന് വേണ്ടിയാണ് തന്നത്? കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാനാ, അല്ലെങ്കിൽ നമ്മൾ കള്ളത്തരാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ നാളിൽ എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവമക്കളും സുവിശേഷ വേലയിൽ പങ്കാളികളാകണം. സഭയായിട്ട് സുവിശേഷം അറിയിക്കാൻ പോകണം. ദൈവദാസന്മാർക്ക് മാത്രം ഒഴിഞ്ഞു വെച്ചേക്കണ ജോലിയല്ല ഇത്. അതാ പത്രോസ് പറഞ്ഞു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗമായി ദൈവം തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി?
ആ അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചെന്താണ്? അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പൊ രക്ഷിക്കപ്പെട്ട ഓരോരുത്തർക്കുമുള്ള ദൗത്യമാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ പല കഷ്ടങ്ങളും മാറാത്തതിന്റെ കാരണം കർത്താവിന്റെ വേല ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ എൻ്റെ അമ്മയെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു മാതാവാണ്. എവിടെ പോയാലും സുവിശേഷം അറിയിക്കും. ബസ്സിൽ പോയാലും ജോലിക്ക് പോയാലും എവിടെ പോയാലും സുവിശേഷം അറിയിക്കുന്ന ഒരു മാതാവ്. അതുകൊണ്ട് ഇന്ന് ആ അമ്മയുടെ 3 ആൺമക്കളും കർത്താവിന്റെ വേലയിലാണ്, ദൈവദാസന്മാരാണ്. ഇതിലും വലിയ ഭാഗ്യം അമ്മയ്ക്ക് ലഭിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കഷ്ടങ്ങൾ മാറണമെങ്കിൽ നമ്മൾ സുവിശേഷ വേലയിൽ പങ്കുകാരാകണം. കിട്ടുന്ന സമയങ്ങൾ ട്രാക്ട് കൊടുക്കാൻ പോകണം, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണം. എങ്കിൽ മാത്രമേ ഈ ശക്തി കൊണ്ട് പ്രയോജനമുള്ളൂ. കാരണം ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മുടെ മേൽ ഈ ശക്തി പകർന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മടങ്ങി വരികയാണ്. ഇവിടെ പറഞ്ഞു, യഥാർത്ഥമായിട്ട് വചനം അനുസരിച്ചില്ലെങ്കിൽ ശക്തി നഷ്ടപ്പെടും. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ശക്തി നഷ്ടപ്പെടാതെ ഓരോ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.